സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഫെയിം, അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റി, ഫെയിം, ലോക്കൽ അതോറിറ്റി, അതുപോലെ തന്നെ കമ്പനിയുടെ ടാക്സ് റേറ്റും സർചാർജിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരുന്നോളൂ. നമ്മൾ ഡൊമസ്റ്റിക് കമ്പനി മീൻസ് ഒരു ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ എനി അതർ കമ്പനി വിച്ച് ഹാസ് ഒരു പ്രിസ്ക്രൈബ്ഡ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെ, പ്രിസ്ക്രൈബ്ഡ് അറേഞ്ച്മെൻറ്റ് ഫോർ ദ ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ ഇന്ത്യ. ഓക്കെ, വിത്തിൻ ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ ആ കമ്പനി അതൊരു എനി കമ്പനിയാണ്. ദറ്റ് മീൻസ് എനി അതർ കമ്പനി മീൻസ് ഒരു ഫോറിൻ കമ്പനി അടക്കം പ്രിസ്ക്രൈബ്ഡ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ഏത് ഡെഫിനേഷനിൽ വരും? ഡൊമസ്റ്റിക് കമ്പനിൻ്റെ ഡെഫിനേഷനിൽ വരും. ഇനി ഇന്ത്യൻ കമ്പനി മീൻസ് ആരാണ്? ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ഓഫീസുള്ള, പ്രിൻസിപ്പൽ ഓഫീസുള്ള കമ്പനി. ഓക്കെ, രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ദെൻ സെക്ഷൻ നമ്പർ 288A ടോട്ടൽ ഇൻകം റൗണ്ടഡ് ഓഫ് ചെയ്യുന്നത് നിയറസ്റ്റ് ടെന്നിലോട്ട്, അതുപോലെ തന്നെ 288B ടാക്സ് ലയബിലിറ്റി നിയറസ്റ്റ് ടെന്നിലോട്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. കമ്പനി ടാക്സ് റേറ്റുകളൊന്ന് റിവൈസ് ചെയ്ത്, കമ്പനി ഡൊമസ്റ്റിക് കമ്പനി 2024-25 പ്രീവിയസ് ഇയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 25-ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 23 വരെ അല്ല. അപ്പോൾ 22-23 പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ 400 കോടി വരെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? 25% ടാക്സ് ഉള്ളൂ ഡൊമസ്റ്റിക് കമ്പനിക്ക്. അല്ലാത്ത കേസുകൾ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള കേസുകളാണെങ്കിൽ 30% നമുക്ക് വരും. അപ്പോൾ ഒരു പുതിയ കമ്പനി ആണെങ്കിലോ, 2024-25 ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി ആണെങ്കിലോ, ഓക്കെ, അപ്പോൾ അതിനെങ്ങനെയായിരിക്കും ടാക്സ് വരിക? അതിന് എന്തായാലും 25% വരിക. കാരണം അതിൻ്റെ പ്രീവിയസ് ഇയർ 2022-23 നോക്കുമ്പോൾ ആ കമ്പനി നിലവിലില്ല. ദാറ്റ് മീൻസ് ആ ഒരു സമയത്തെ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ നമുക്ക് 0 പോലെ, ലെസ് ദാൻ 400 crores ആണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ കമ്പനിക്ക് എത്രയാണ് ടാക്സ് വരാം? റേറ്റ് വരുന്നത് 25% ആണ് വരിക. ഓക്കെ, ഒരു ന്യൂ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2024-25 പ്രീവിയസ് ഇയർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് വിൽ ബി 25%. ഓക്കെ, ഫോറിൻ കമ്പനി ആണെങ്കിൽ നോർമൽ ടാക്സ് റേറ്റ് 35% ആണ്. 40 അമെൻമെൻറ്റ് വന്ന് 35% ആയി. ഇനി അത് ഒരു സ്പെസിഫൈഡ് റോയാലിറ്റി അതുപോലെ തന്നെ ടെക്നിക്കൽ സർവീസ് ആണെങ്കിൽ 50% ആണ്. സർചാർജിലോട്ട് വരികയാണെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനി മോർ ദൻ 1 crore അപ് ടു 10 crore വരെ 7%, 10 crore മുകളിലാണെങ്കിൽ 12%, ആൻഡ് ഫോറിൻ കമ്പനി ആണെങ്കിൽ 1 crore അബൌട്ട് 10 crore വരെ നമുക്ക് 2%, ദെൻ 10 crore മുകളിലാണെങ്കിൽ 5% ആണ് സർചാർജ് വരുന്നത്. ഓക്കെ, യെസ്, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. സോ ക്വസ്റ്റ്യൻ നമ്പർ ഓൾറെഡി ക്വസ്റ്റ്യൻ നമ്പർ 13 കംപ്ലീറ്റ് ചെയ്തല്ലേ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 14. സോ ക്വസ്റ്റ്യൻ നമ്പർ 14 കാൽക്കുലേറ്റ് ടാക്സ് ലയബിലിറ്റി ഓഫ് എക്സ് ലിമിറ്റഡ്. ഓക്കെ, സോ എക്സ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ പറയാം, നമുക്കറിയാം ഒരു കമ്പനിയാണ് അല്ലേ. സോ എക്സ് ലിമിറ്റഡ് ഇഫ് ടോട്ടൽ ഇൻകം ഈസ് ₹60 lakhs. സോ വൈഡ് ഡൗട്ട് ഇത് എക്സ് ലിമിറ്റഡ് ഫോറിൻ കമ്പനി ഡൊമസ്റ്റിക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡൊമസ്റ്റിക് കമ്പനി ആയിട്ട് എടുക്കാം. സോ എക്സ് ലിമിറ്റഡ് ഡൊമസ്റ്റിക് കമ്പനിയാണ്. ടേൺ ഓവർ തന്നിട്ടില്ല, പ്രീവിയസ് ഇയറിൽ ടേൺ ഓവർ തന്നില്ല. സോ ടേൺ ഓവർ തന്നിട്ടില്ലെങ്കിൽ then എന്ത് ചെയ്യാം? നോർമൽ ടാക്സ് റേറ്റ് ആയിട്ടുള്ള 30% എടുക്കുക. മനസ്സിലാക്കണം. അപ്പോൾ ഫോറിൻ കമ്പനി ആണെങ്കിൽ ക്വസ്റ്റിൻ്റെ അകത്ത് എന്ത് ചെയ്യും? സ്പെസിഫൈ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ടാക്സ് റേറ്റ് 25% എടുക്കണമെങ്കിൽ നമുക്ക് ക്വസ്റ്റിൻ്റെ അകത്ത് എന്ത് വരണം? 2022-23 പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ 400 crores താഴെയാണോ മുകളിലാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയണം. ഈ ഒരു ക്വസ്റ്റിൽ അതിനെക്കുറിച്ചുള്ള യാതൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർമൽ ടാക്സ് റേറ്റ് ആയിട്ടുള്ള 30% ഡൊമസ്റ്റിക് കമ്പനിക്ക്. ഓക്കെ, യെസ്, ആൻസർ നോക്കാം. ടാക്സ് ഓൺ 60 lakhs അല്ലേ. ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ടോ? ഇല്ല, ബേസിക് എക്സംഷൻ ലിമിറ്റ് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നേരെ ഫ്ലാറ്റ് റേറ്റ് ടാക്സ് ആണ് അല്ലേ. സോ ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 30% ഓൺ 60 lakhs ഇസ് ഈക്വൽ ടു 60 lakhsൻ്റെ 30% നമുക്കറിയാം 18 lakhs അല്ലേ. 18 lakhs. ഇനി സർചാർജ് അപ്ലിക്കബിൾ ആണോ? സോ 60 lakhs സർചാർജ് അല്ല. ഇൻഡിവിജ്വൽ ആണെങ്കിൽ സർചാർജ് ഉണ്ടായിരുന്നു. കാരണം 50 lakhs എബോ ആകുമ്പോൾ 10%. ഇവിടെ ആരാണ്? നമ്മളുടെ അസസി ആരാണ്? എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേഴ്സൺ ആരാണ്? ഒരു കമ്പനിയാണ്. സോ ടാക്സ് റേറ്റ് ഡിഫറെൻ്റ് ആണ്. സോ സർചാർജ് അപ്ലിക്കബിലിറ്റി 1 crore എബോവ് ആണെങ്കിലാണ് അല്ലേ. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്തില്ല? ആഡ് സർചാർജ് എന്നുള്ള കോൺസെപ്റ്റിൽ നമുക്ക് നോട്ട് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 18 lakhs ആണ് ടോട്ടൽ ഇൻകം ടാക്സ് പ്ലസ് സർചാർജ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് വരും? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. അത് പേഴ്സൺ ടു പേഴ്സൺ അല്ല, അഥവാ ഇൻഡിവിജ്വൽ കമ്പനിക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇല്ല, എല്ലാവർക്കും ഫൈനൽ ഇൻകം ടാക്സ് ലയബിലിറ്റിയുടെ 4% നമുക്ക് വരും. ദാറ്റ് മീൻസ് 18 lakhs into 4% comes to 72,000 ആണ് നമുക്ക് വരുന്നത്. സോ ടോട്ടൽ കംസ് ടു 18,72,000 ആണ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി വരുന്നത്. ഓക്കെ, ടോട്ടൽ ടാക്സ് ലയബിലിറ്റി.
ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15. അഗെയിൻ കമ്പനി ലെവലിൽ നമുക്ക് കമ്പനി കാൽക്കുലേറ്റ് ദ ടാക്സ് ലയബിലിറ്റി ഓഫ് എക്സ് ലിമിറ്റഡ്. അഗെയിൻ എക്സ് ലിമിറ്റഡ് ഒരു കമ്പനിയാണ്, ഇൻകോർപ്പറേറ്റഡ് ഇൻ 2023-24 ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു എക്സാം 24-25 കൊടുക്കാം. എനിക്ക് ആ കോൺസെപ്റ്റുകൾ ഇപ്പോൾ നമ്മളുടെ പ്രീവിയസ് ഇയർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ഇയർ 2024-25 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ആ ഒരു വർഷത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ വർഷം 23-24 ഇൻകോർപ്പറേറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എക്സ് ലിമിറ്റഡ് ആണ്, ഡൊമസ്റ്റിക് കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടാക്സ് ലയബിലിറ്റി ആണ് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ സെയിം ഇതിൻ്റെ ഈ ക്വസ്റ്റിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 14 കണ്ടിന്യൂഷൻ എടുക്കുക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഇൻകം 60 lakhs എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. സോ ടാക്സ് ആൻസർ ടാക്സ് ഓൺ 60 lakhs ഈ ഒരു കമ്പനിക്ക്. അപ്പോൾ ഇവിടെ എക്സ് ലിമിറ്റഡ് നോക്കുമ്പോൾ നമുക്ക് എക്സ് ലിമിറ്റഡ് ഡൊമസ്റ്റിക് കമ്പനിയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് 2022-23 എന്ത് തന്നിട്ടുണ്ടോ, ടേൺ ഓവർ തന്നിട്ടുണ്ടോ. 400 കോടിക്ക് അപ് ടു 400 crores ആണ് കാര്യം. ഇവിടെ 2023-24 എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ 24-25 അപ്പോൾ 2022-23 എന്ന് പറഞ്ഞ പ്രീവിയസ് ഇയറിൻ്റെ അകത്ത് ഈ കമ്പനി നിലവിലില്ല. അപ്പോൾ അന്നത്തെ ടേൺ ഓവർ എന്ന് പറഞ്ഞത് ടേൺ ഓവർ ഇല്ല, 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് അപ് ടു 400 crores വരെ. അപ്പോൾ ടേൺ ഓവറേ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ കമ്പനികൾക്ക് അപ്പോൾ എത്ര എടുക്കാം ടാക്സ് റേറ്റ്, ഇപ്പോൾ 2024-25 അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വർഷം ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനികൾക്കാണെങ്കിൽ 2022-23 ടേൺ ഓവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ സോ നമുക്ക് എന്ത് ചെയ്യാം, 25% എന്ന് പറയുന്ന ആ ഒരു കൺസെഷൻ റേറ്റ് എന്ത് ചെയ്യാം, എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് വരുന്നത് ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് എത്ര, 25% ഓൺ 60 lakhs. ഓക്കെ, സോ ഡയറക്റ്റ് 60 lakhs 25% നമുക്ക് എന്താ ഫ്ലാറ്റ് റേറ്റ്. സോ 60 ലക്ഷത്തിൻ്റെ 25% നമുക്ക് വരുന്നത് 15 lakhs അല്ലേ. സോ 15 ലക്ഷം നമുക്ക് എന്ത് വരും. നെക്സ്റ്റ്, ഇനി സർചാർജ് ഉണ്ടോ, ഇല്ല, സർചാർജ് അപ്ലിക്കബിൾ ആവില്ല, ബിക്കോസ് കമ്പനികൾക്ക് 1 crore മുകളിലാണ് സർചാർജ് വരുന്നത് അല്ലേ. അപ്പോൾ സർചാർജ് ഇല്ല, സർചാർജ് നോട്ട് അപ്ലിക്കബിൾ. സെക്കൻഡ് 15 lakhs. then ഇതിന് മുകളിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് ദ റേറ്റ് ഓഫ് 4%. 15 lakhs into 4% comes to 60,000. So total comes to 15,60,000. എനിക്ക് 15,60,60,000 രൂപയാണ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഇൻക്ലൂഡിങ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സർചാർജ് വരുന്നില്ല. എന്തുകൊണ്ട്, ബിക്കോസ് 60 lakhs നമുക്ക് സർചാർജിൽ 1 crore എബവ് ആണ്, കമ്പനിയാണ്. 2, ഇവിടെ നമ്മൾ ടാക്സ് റേറ്റ് 25% എടുക്കാനുള്ള കാരണം എന്താണ്, ടാക്സ് റേറ്റ് 25% എടുക്കാനുള്ള കാരണം സോ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി പറയുന്നുണ്ട് കമ്പനി 2023-24 അല്ലെങ്കിൽ 24-25 ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ്. ദാറ്റ് മീൻസ് 22-23 നമുക്ക് എന്തില്ല, ടേൺ ഓവർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് 400 crores വരെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 25% എന്നുള്ള റേറ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ആ ഒരു ഇൻഫോർമേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ 25% എടുത്തത്. തൊട്ട് മുമ്പത്തെ കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് ആ കമ്പനിയുടെ ഇൻകോർപ്പറേഷനെ കുറിച്ചോ യാതൊരു ഇൻഫോർമേഷൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് 30% നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് റേറ്റ് എടുക്കുന്നത്. ഓക്കെ, യെസ്, കണ്ടിന്യൂ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 16. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16. Again, calculate tax liability of PQR Limited. Okay, so PQR അപ്പോൾ ആരുടെയാണ് ടാക്സ് ലയബിലിറ്റി, PQR ലിമിറ്റഡ് ആണ്, ഒരു കമ്പനിയാണ് അല്ലേ. സോ ടോട്ടൽ ഇൻകം എത്രയാണ് പറയുന്നത്, ടോട്ടൽ ഇൻകം ഈസ് ഈക്വൽ ടു 12 crores ആണ്. ഓക്കെ, സോ 12 കോടിയാണ് ടോട്ടൽ ഇൻകം വരുന്നത്. പക്ഷേ PQR ലിമിറ്റഡ് കേസ് 1 പറയുകയാണ്, PQR ലിമിറ്റഡ് ആരാണെങ്കിൽ ഒരു ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ. ഓക്കെ, PQR ലിമിറ്റഡ് ഒരു ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ എന്താണ്. ഇനി കേസ് 2 നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഇഫ് അതെന്താണെങ്കിൽ ഒരു ഫോറിൻ കമ്പനി ആണെങ്കിലോ, അഥവാ 12 കോടി രൂപ ടോട്ടൽ ഇൻകം ഉള്ള ഒരു ഡൊമസ്റ്റിക് കമ്പനിയുടെ എന്ത് കാണണം, ടാക്സ് കാണണം. അതുപോലെ തന്നെ ഒരു ഫോറിൻ കമ്പനിയുടെ ഒരു ടാക്സ് കാണണം അല്ലേ. അപ്പോൾ ഫോറിൻ കമ്പനിയുടെ സ്പെസിഫൈഡ് ഇൻകം ഉണ്ടെന്നൊന്നും പറയുന്നില്ല അല്ലേ, നമ്മളുടെ റോയാലിറ്റി ടെക്നിക്കൽ സർവീസ്. അപ്പോൾ നമുക്കറിയാം ഫോറിൻ കമ്പനി ടാക്സ് റേറ്റ് 35% ആണ്. ഓക്കെ, ഇനി 10 crores മുകളിലുണ്ടെങ്കിൽ സർചാർജ് എത്രയാണ് വരുന്നത്, 10 crore താഴെയാണെങ്കിൽ 2%, 10 crore മുകളിലാണെങ്കിൽ 5% അല്ലേ. സോ ഫോറിൻ കമ്പനി നമുക്ക് ടാക്സ് റേറ്റ് നമ്മൾ തീരുമാനിച്ചു.
ഇനി ഡൊമസ്റ്റിക് കമ്പനിയിലോട്ട് വരുമ്പോൾ നമ്മൾ ടാക്സ് റേറ്റ് അനലൈസ് ചെയ്യേണ്ടേ. സോ ഡൊമസ്റ്റിക് കമ്പനി ടാക്സ് റേറ്റ് നമുക്കറിയാം. സോ 25% ഉണ്ട്, 30% ഉണ്ട്. സോ 25 എപ്പോഴേ കിട്ടുള്ളൂ, നമുക്ക് 2022-23 ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ. 2022-23 നമുക്ക് ഡാറ്റ എന്തില്ല തന്നിട്ടില്ല. സോ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് 2022-23 ടേൺ ഓവർ ഡാറ്റ നമുക്ക് തന്നിട്ടില്ല. മാത്രമല്ല കമ്പനി 2023-24 അല്ലെങ്കിൽ 24-25 ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ്, പുതിയൊരു കമ്പനിയാണെന്നുള്ള കാര്യം പറയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഏതെടുക്കാൻ പറ്റുള്ളൂ, 30% എന്ന് പറയുന്ന ജനറൽ ടാക്സ് റേറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് കമ്പനി നമുക്ക് എന്ത് ചെയ്യാം, 30% ടാക്സ് റേറ്റും. ഇനി സർചാർജ് 10 crore മുകളിലാണെങ്കിൽ, അല്ല 10 crore വരെ നമുക്ക് ഡൊമസ്റ്റിക് കമ്പനിക്ക് 7%, 10 crore മുകളിലാണെങ്കിൽ നമുക്ക് 12% സർചാർജ് നമുക്ക് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. സോ ആൻസർ നോക്കുമ്പോൾ, സോ വാട്ട് ഈസ് ഇഫ് ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനി ദെൻ ടാക്സ് ഓൺ എത്രയാണ് 12 crores, ടാക്സ് ഓൺ 12 crores. ഓക്കെ, സോ സ്ലാബ് റേറ്റ് എഴുതണോ വേണ്ട. സോ ഡയറക്റ്റ്. ഓക്കെ, സോ ടാക്സ് അറ്റ് ദ റേറ്റ് അല്ലേ, അറ്റ് ദ റേറ്റ് എത്രയാണ് 30% ഓൺ 12 crores ഈസ് ഈക്വൽ ടു. ഓക്കെ, സോ 12 കോടിയുടെ 30%, ദറ്റ് ഈസ് 3,60,00,000. ദെൻ സർചാർജ് അപ്ലിക്കബിൾ ആണല്ലോ. യെസ്, സർചാർജ് അപ്ലിക്കബിൾ ആണ്. എത്രയാണ്, 10 crore മുകളിലായതുകൊണ്ട് സർചാർജ് അറ്റ് ദ റേറ്റ് ഓഫ് 12% ഈസ് ഈക്വൽ ടു 12% എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് 43,20,000 വരും നമുക്ക്. ദെൻ ആഡ് ചെയ്തെടുക്കാം, ദറ്റ് ഈസ് ഈക്വൽ ടു 4,03,20,000. ഓക്കെ, 4,03,20,000. ദെൻ ഇതാണ് നമ്മളുടെ ഇൻകം ടാക്സ്. ഓക്കെ, ടോട്ടൽ ഇൻകം ടാക്സ് വരുന്നത് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ്. ദെൻ അതിൻ്റെ മുകളിൽ നമുക്ക് 4% എന്ത് വരും, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരും. അത് ഏത് പേഴ്സൺ ആണെങ്കിലും. ഓക്കെ, സോ ആരാണോ ടാക്സ് അടക്കുന്നത്, ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് അടക്കുന്ന എല്ലാവർക്കും ഫൈനൽ ഇൻകം ടാക്സ് ഇൻക്ലൂഡിങ് സർചാർജിൻ്റെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 4,03,20,000 4%, ദറ്റ് ഈസ് 16,12,800 രൂപ. അതും കൂടി ആഡ് ചെയ്തെടുക്കുമ്പോൾ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി വിൽ ബി 4,19,32,800 രൂപ. ഓക്കെ, 12 കോടി നെറ്റ് പ്രോഫിറ്റ് ഉള്ള എല്ലാ എക്സ്പെൻസൊക്കെ കഴിഞ്ഞ്. സോ കമ്പനി ഒരു ഓർഗനൈസ്ഡ് സെക്ടറാണ്. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത്, സോ ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ കൺട്രോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ എല്ലാ എക്സ്പെൻസും അല്ല ഓഡിറ്റിങ്ങിൽ നമുക്കറിയാം, കമ്പനികൾക്ക് എല്ലാവർക്കും ഓഡിറ്റ് അപ്ലിക്കബിൾ ആണ്. കമ്പനി ഓഡിറ്റൊക്കെ നമ്മൾ പഠിക്കുന്നവരാണ്, ഓൾറെഡി പഠിച്ചവരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഓഡിറ്റും ഇതൊക്കെ അപ്ലിക്കബിൾ ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കയ്യിൽ അതിൻ്റെ ഡാറ്റ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാം. എന്നിട്ട് അതിനുശേഷം വരുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ്, 30% ടാക്സും പിന്നെ സർചാർജും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് 12 കോടി ഉണ്ടെങ്കിൽ ഏകദേശം 4,20,00,000 രൂപയുടെ അടുത്ത് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ടോട്ടൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇഫ് ഇറ്റ് ഈസ് എ ഡൊമസ്റ്റിക് കമ്പനി അറ്റ് 30%. എനിക്ക് ടേൺ ഓവർ ഡാറ്റ ഇല്ലാത്തതുകൊണ്ട്. ഇനി വാട്ട് ഇഫ് സപ്പോസ് ഇതൊരു ഫോറിൻ കമ്പനി ആണെങ്കിലോ. സോ ഫോറിൻ കമ്പനി ആണെങ്കിൽ അഗെയിൻ ടാക്സ് ഓൺ 12 crores അല്ലേ. സോ ഫോറിൻ കമ്പനി ടാക്സ് റേറ്റ് എത്രയാണ്, 35%, ദറ്റ് ഈസ് ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 35%. സോ 12 കോടിക്ക് മുകളിൽ 12 കോടിയുടെ 35% കംസ് ടു 4,20,00,000 അല്ലേ. പ്ലസ് സർചാർജ് അപ്ലിക്കബിൾ ആണോ, യെസ് സർചാർജ് അപ്ലിക്കബിൾ ആണ്. എത്ര പെർസെൻറ്റേജ്, ഡൊമസ്റ്റിക് കമ്പനി അതേപോലെ തന്നെ ഈ 12% അപ്ലിക്കബിൾ ആണ് എല്ലാം. ബിക്കോസ് ഓൾറെഡി 35% ഫോറിൻ കമ്പനി കൂടുതൽ ടാക്സ് വാങ്ങിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സർചാർജ് കമ്പാരിറ്റീവ്ലി എന്താണ് കുറവാണ്. എത്രയാണ് സർചാർജ് വരുന്നത്, സോ അപ് ടു 10 crores വരെ നമുക്ക് 2%, 10 crores മുകളിൽ 5%. സോ 5% സർചാർജ് ഈസ് ഈക്വൽ ടു 5% സർചാർജ് കംസ് ടു 21 lakhs ആഡ് ചെയ്തെടുക്കാം. സോ ടോട്ടൽ കംസ് ടു 4,41 lakhs. അപ്പോൾ ടോട്ടൽ ഇൻകം ടാക്സ് ഇൻക്ലൂഡിങ് സർചാർജ് അടക്കം 4,41,00,000 ഫോറിൻ കമ്പനി അടക്കേണ്ടത്. കൂടാതെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്, ഇൻക്ലൂഡിങ് ഫോറിൻ കമ്പനി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 4,41,00,000 4,41 lakhs 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് നമുക്ക് 17,64,000. ടോട്ടൽ കംസ് ടു 4,58,64,000. 4,58,64,000 രൂപ നമുക്ക് എന്ത് കൊടുക്കണം,
ടോട്ടൽ ടാക്സ് കൊടുക്കണം, ഇൻക്ലൂഡിങ് എന്തടക്കം ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അടക്കം. ഓക്കെ, അപ്പോൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ മുഴുവനായിട്ട് എഴുതുക, ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്നൊക്കെ എഴുതുക. ഞാനിവിടെ ഷോർട്ടായിട്ട് സ്പീഡായിട്ട് നമ്മൾ എഴുതിയതാണ്. സോ നമ്മൾ കറക്റ്റായിട്ട് പ്രസൻറ്റേഷനൊക്കെ എന്ത് ചെയ്യുക, പ്രസൻറ്റേഷൻ ഈ ഒരു ഫോർമാറ്റ് തന്നെ, പക്ഷേ ഷോർട്ട് ഫോം കുറച്ച് മുഴുവനായിട്ട് എഴുതാം. സർചാർജ്, ടോട്ടൽ ടാക്സ് ലയബിലിറ്റി, ടോട്ടൽ ഇൻകം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, എഴുതാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിപ്പോൾ കമ്പനിയുടെ ടാക്സ് കാൽക്കുലേഷൻ വരെ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. സോ എല്ലാവരും ഇതുവരെ എന്ത് ചെയ്യുക, പഠിക്കുക.